സംസ്ഥാനത്തെ പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സമരം പിൻവലിച്ചതോടെ ഇന്ന് ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന് ഗോകുൽനാഥ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ മെഡിക്കൽ കോളേജിലൊക്കെ ക്യാൻറ്റീനിലൊക്കെ പ്രതിസന്ധി ആയതിനെ തുടർന്ന് മെനു ഒക്കെ വെട്ടിച്ചുരുക്കുകയൊക്കെ ചെയ്തിരുന്നു. വലിയ പ്രതിസന്ധിയാണ്. പക്ഷേ ഇനിയും ഇപ്പോൾ ഹോട്ടലുകൾ തുറക്കും എന്ന് പറയുമ്പോഴും എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുമ്പോഴും എന്താണ് നിലവിലെ സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത്? ശ്രുതി, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻഭാഗത്താണ്. ഇവിടെ പലപ്പോഴും രാവിലെ തന്നെ ഹോട്ടലുകളും അതേപോലെ റെസ്റ്റോറന്റുകളും ഒക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഉള്ള പ്രദേശത്ത് ഇന്നിപ്പോൾ ആകെ ഞാൻ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ആകെ ഒരു കട മാത്രമാണ് തുറന്നത്. അവിടെയാണെങ്കിൽ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. സംസ്ഥാനത്തെ ആകമാനമുള്ള ഹോട്ടലുകളുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. വലിയ തിരക്ക് ഹോട്ടലുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്തായാലും പ്രതിസന്ധി നിലവിൽ തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവിടേക്ക് കനത്ത തിരക്ക് തുടരുന്നു. മറ്റ് ഇടങ്ങളിലൊന്നും തന്നെ രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ചൂടുവെള്ളമോ വെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് പലയിടത്തും ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സമീപത്ത് അതും നിരവധി ആളുകൾ എത്തുന്നു. RCC അടക്കമുള്ള റീജിയണൽ ക്യാൻസർ സെന്റർ അടക്കം പ്രവർത്തിക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ വലിയ പ്രതിസന്ധി കനത്ത രീതിയിൽ തുടരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഇവിടെ ആകെ അവശേഷിക്കുന്നത് ആകെ 2 കുറ്റി ഗ്യാസ് മാത്രമാണ് എന്നുള്ള കാര്യം ഇവർ പറയുകയും ചെയ്തു. എന്തായാലും പ്രതിസന്ധി ഇങ്ങനെ തുടരുകയാണെങ്കിൽ അധിക ദിവസം ഇത് പോകാനുള്ളതില്ല എന്ന് പ്രത്യേകം നിലവിൽ ഓണർ പറയുകയും ചെയ്തു. എന്തായാലും ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം പൊറോട്ടയ്ക്കുള്ള മാവൊക്കെ കുഴച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ചായയ്ക്കും അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഒക്കെ ആയി വരുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്തേക്കാൾ തിരക്ക് ഉച്ചയോടടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതി കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആ സമയത്തും പ്രതിസന്ധി തുടരുന്ന ഘട്ടത്തിൽ വരും ദിവസങ്ങളിൽ കട അടയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആലോചിക്കേണ്ടതായിട്ട് വരും. ചേട്ടാ, ഈ പ്രതിസന്ധി കനക്കുകയാണല്ലോ. പ്രതിസന്ധി നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 ദിവസം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ എത്ര ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം ഉണ്ട് ഗ്യാസിൽ? ശേഖരം ഇല്ല, കട്ട് ഇല്ല. ഇന്നലെ കൊണ്ട് തന്നെ അവസാനിച്ചതാണ്. പിന്നെ ബാക്കി കുറച്ച് കിടക്കുന്ന അത് വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെറും കുഴപ്പമൊക്കെ കൂട്ടിയാണ് ചെയ്യുന്നത്. ഞാൻ പറയായിരുന്നു, ഈ ഒരു റോയിലുള്ള ഒരുപാട് കടകളുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ആകെ ഒരു കട മാത്രം, അത് ഇത് മാത്രമായിട്ട് അവശേഷിച്ചു. അല്ല, ഇന്ന് അവരുടെ ഹർത്താലും കൂടെ ആണല്ലോ. അത് മാറ്റി വെച്ചിരുന്നു. ഓക്കെ. ബുദ്ധിമുട്ടിങ്ങനെ തുടരുകയാണെങ്കിൽ എത്ര ദിവസം കൂടെ പോകും? ഇതൊക്കെ ഇന്ന് അടയ്ക്കേണ്ട അവസ്ഥയാണ്. രോഗികളൊക്കെ ആരിലൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടോ? രോഗികൾ വരുന്നുണ്ട്. ഇവിടെ രോഗികളും കൂട്ടിരിപ്പുകാരുടെ കച്ചവടം മാത്രമാണല്ലോ, വേറെ ടൂറിസ്റ്റുകാരിലൊന്നും അല്ലല്ലോ വരുന്നത്. പിന്നെ വിറവിന് തന്നെ 3 രൂപ. ഇപ്പൊ വിറവ് അടുപ്പ് കേട്ടാണ് ചെയ്യുന്നത്. അത് തന്നെ 3 കിലോയ്ക്ക് ഉണ്ടായിരുന്നത് അത് തന്നെ 10 രൂപ 12 രൂപ ആയി. എന്തെങ്കിലും മാർഗം തേടുന്നുണ്ടോ? വേറെ മാർഗം അടയ്ക്കാതെ വേറെ നിവൃത്തിയില്ല. കരുതൽ ശേഖരമൊക്കെ കുറഞ്ഞു വന്നു. പലയിടങ്ങളിലും കരുതൽ ശേഖരമില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഹോട്ടലിൽ കരുതൽ ശേഖരമില്ല എന്ന് അതിന്റെ ഉടമ വ്യക്തമാക്കുകയും ചെയ്തു. വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടലുകളൊക്കെ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഈ ആശുപത്രിയിൽ വരുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ആശുപത്രിയിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ മാറിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഹോട്ടലുള്ളത്. അതായത് ഈ ആശുപത്രിയുടെ മുൻപിലെ എൻട്രൻസ് കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ടേക്ക് കടന്നു വരാനായിട്ടുള്ളത്. അപ്പോൾ ഇതിന് അടുത്തുള്ള പ്രദേശത്തൊന്നും തന്നെ ഹോട്ടലുകളൊന്നും ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടിലേക്ക് രോഗികളെ എത്തിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ചൂടുവെള്ളം അടക്കം പോലും കുട്ടികൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിലുള്ള ഹോട്ടലുകളുടെ സാഹചര്യമാണ് ഇപ്പോൾ ഗോകുൽനാഥ് വിശദീകരിച്ചത്.